പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സീറോ മലബാർ യുവജന പ്രസ്ഥാനമായ SMYM സംഘടിപ്പിക്കുന്ന നോമ്പുകാല ധ്യാനത്തിന്റെ 2ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെയായിരുന്നു പെനുവേൽ 2021 ഉദ്ഘാടനവും ആദ്യ ദിവസവും. സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ അഭിവന്യ കർദിനാൾ ആലഞ്ചേരി പിതാവാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. യുവജന കമ്മീഷൻ ചെയർമാൻ അഭിവന്യമാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവും സീറോ മലബാർ സഭ ക്യൂരിയ മെത്രാൻ അഭിവന്യമാർ സെബാസ്റ്റ്യൻ വാണിപ്പുരയ്ക്കൽ പിതാവും ഉദ്ഘാടന ചടങ്ങിൽ സന്ദേശം നൽകുകയും യുവജനങ്ങളെ അഭിസംബോധനം ചെയ്യുകയും ഉണ്ടായി. അഭിവന്യമാർ ജോസഫ് പാംബ്ലാനി പിതാവാണ് ആദ്യ ദിവസത്തെ ധ്യാന ചിന്തകൾ നയിച്ചത്. 2ാം ദിവസമായ ഇന്ന് ധ്യാനം നയിക്കുന്നത് അഭിവന്യമാർ തോമസ് തറയിൽ പിതാവാണ്. ധ്യാനത്തിന് മുന്നോടിയായി സീറോ മലബാർ യുവജന കമ്മീഷൻ മെമ്പർ അഭിവന്യമാർ എഫ്രൈം നരികുളം പിതാവ് അനുഗ്രഹ പ്രഭാഷണം നേരുന്നതായിരിക്കും. ആരാധനാ ശുശ്രൂഷയോടുകൂടെ ആയിരിക്കും ഇന്നത്തെ ധ്യാനം സമാപിക്കുന്നത്. പെനുവേൽ 2021 2ാം ദിവസം ഞങ്ങളോടൊത്തു ചേരുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹീത ദിനം ആശംസിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വത്സലനേ അനുഗ്രഹധാരയായി നീ അഭിഷേകം ചെയ്തിടുക. ആത്മാവേ ചൈതന്യമേ ആശ്രിത വത്സലനേ അനുഗ്രഹധാരയായി നീ അഭിഷേകം ചെയ്തിടുക. ആത്മാവേ ചൈതന്യമേ സൃഷ്ടിയാക്കി മാറ്റൂ. ആത്മാവേ ചൈതന്യമേ ആശ്രിത വത്സലനേ അനുഗ്രഹധാരയായി അഭിഷേകം ചെയ്തിടുക. ആത്മാവേ ചൈതന്യമേ ആശ്രിത വത്സലനേ അനുഗ്രഹധാരയായി നീ അഭിഷേകം ചെയ്തിടുക. ആത്മാവേ ചൈതന്യമേ മിശിഹായിൽ വാത്സല്യ യുവജന സുഹൃത്തുക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
പെനുവേൽ 2021 യുവജന ധ്യാനത്തിന് എല്ലാവിധ വിജയാശംസകളും പ്രാർത്ഥനയും ആദ്യമേ നേരുന്നു. നിങ്ങളുടെ തന്നെ താല്പര്യപ്രകാരമാണ് പെനുവേൽ എന്ന പേരിൽ കഴിഞ്ഞ വർഷം ഒരു ധ്യാന പരിപാടി ആരംഭിച്ചത് എന്നത് ഒരു സന്തോഷ സൂചനയാണ്. COVID-19 അതിനൊരു നിമിത്തമായി എന്ന് മാത്രം. കഴിഞ്ഞ വർഷം ഏതാണ്ട് 3000-ഓളം യുവജനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പെനുവേൽ ധ്യാനത്തിൽ പങ്കുകൊണ്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആത്മീയ കാര്യങ്ങളിലും വിശ്വാസ തലത്തിലുമുള്ള യുവജനങ്ങളുടെ പങ്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. ആത്മീയ കാര്യങ്ങളിൽ ഉണർവും ഉത്സാഹവുമുള്ള നിങ്ങളാണ് സഭയുടെ യുവജനങ്ങൾ എങ്കിൽ സഭയുടെ ഭാവി സുസ്ഥിരമാണ് എന്നതിൽ എനിക്ക് സംശയമില്ല. ഞാനിത് പറയുമ്പോഴും ഒത്തിരി പ്രതിസന്ധികളിലൂടെയാണ് സഭ കടന്നു പോകുന്നത് എന്ന് ഞാൻ വിസ്മരിക്കുന്നില്ല. അകത്തുനിന്നും പുറത്തുനിന്നും പലവിധ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും സഭ ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ട്. സഭയുടെ ചരിത്രം തന്നെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെയുള്ള ഒരു പെസഹ അല്ലെങ്കിൽ കടന്നുപോക്കായാണ് ഞാൻ കാണുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ കടന്നുപോകലിൻ്റെ വിജയഗാഥ നാം പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ വിശ്വാസ തീക്ഷ്ണത മാത്രമാണ് നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. പൗലോസ്ലീഹ ചോദിക്കുന്നില്ലേ, ക്രിസ്തു നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനം. ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിർത്തുന്നവരും ക്രിസ്തുവിൻ്റെ പക്ഷം ചേരുന്നവരുമായി നാം മാറണം. അതുമാത്രമേ നമുക്ക് ആവശ്യമായുള്ളൂ. ഈശോ നമ്മെ പഠിപ്പിക്കുന്നില്ലേ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന എത്ര ആവർത്തിയാണ് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത്. പെനുവേൽ ധ്യാനചിന്തകൾ ഈ ദൈവരാജ്യത്തിലേക്ക് ഉണരാനും വളരാനും നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പാമ്പ്ളാനി പിതാവും തറയിൽ പിതാവും പുളിക്കൽ പിതാവും അൽമായ ദൈവവിളി, യുവജനങ്ങൾ നേരിടുന്ന ധാർമ്മിക പ്രതിസന്ധികൾ, യുവജനങ്ങളും മാനസാന്തര ജീവിതവും എന്നീ വിഷയങ്ങളെ അധികരിച്ച് യഥാക്രമം ധ്യാനചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കും. ആനുകാലിക പ്രസക്തമായ വിഷയങ്ങളാണിവ എന്നതിൽ സംശയമില്ല. അവരുടെ പാഠ്യേതര അനുഭവ സമ്പത്ത് നിങ്ങളുടെ ആത്മീയ ചിന്തകളെയും ഹൃദയ അഭിലാഷങ്ങളെയും തൊട്ടുണർത്തും എന്നത് നിസ്തർക്കമാണ്. ആത്മീയ ചൈതന്യത്തോടെ ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് ആഴത്തിലുള്ള മിശിഹ അനുഭവം സ്വന്തമാക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ധാർമ്മിക ബോധ്യങ്ങളോടെ സാമൂഹ്യ ഇടപെടലുകൾ നടത്തുവാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സംഘടനയുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപാകടാക്ഷത്തിനായി നിങ്ങളെ ഓരോരുത്തരെയും ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പെനുവേൽ ധ്യാനത്തിന് ഒരിക്കൽ കൂടി എല്ലാ വിജയാശംസകളും നേരുന്നു. God bless you.
ജയ് ക്രൈസ്റ്റ്. താങ്ക് യു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 19 അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന്? നല്ലവൻ ഒരുവൻ മാത്രം. ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? ഈശോ പ്രതിവചിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? ഈശോ പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, SMYM ഗ്ലോബലിൽ അംഗങ്ങളായിരിക്കുന്ന ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ വളരെ പ്രത്യേകമായി ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ എനിക്കും ഒത്തിരിയേറെ സന്തോഷമുണ്ട്. നിങ്ങൾ എന്നെ ശ്രവിക്കുന്ന എല്ലാവരും, നിങ്ങളെല്ലാവരും കൂടുതൽ സന്തോഷത്തിലും സമൃദ്ധിയിലും പ്രത്യാശയിലും ജീവിക്കുന്നവരാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ യുവജന പ്രവർത്തനങ്ങളുടെ എല്ലാം, യുവജന സംഘടനാ പ്രവർത്തനങ്ങളുടെ എല്ലാം ലക്ഷ്യം നമ്മൾ കൂടുതൽ തികവുള്ള, കൂടുതൽ ജീവനുള്ള വ്യക്തികളായിട്ട് മാറുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ പ്രത്യാശയുള്ള, ലോകത്തിന് പ്രത്യാശ കൊടുക്കാൻ സാധിക്കുന്ന മിടുമിടുക്കരായ ചെറുപ്പക്കാരായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുന്നു. ഈശോയ്ക്ക് നിങ്ങളെക്കുറിച്ചുള്ള വലിയ സ്വപ്നമാണത്. ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങളെക്കുറിച്ചുള്ള വലിയ സ്വപ്നമാണത്. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വചനഭാഗത്തിൽ ധനികനായ ഒരു യുവാവ് ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവൻ യഥാർത്ഥത്തിൽ നല്ല മിടുക്കനാണ്. അവൻ കൽപ്പനകളെല്ലാം പാലിക്കുന്നുണ്ട്. ഈശോ അവനോട് ആദ്യം പറയുന്ന ഇതാണ്, നിത്യജീവനിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ കൽപ്പനകൾ പാലിക്കുക. അവനുടനെ ചോദിക്കുകയാണ്, ഏതെല്ലാം കൽപ്പനകൾ? ഈശോ കൽപ്പനകളുടെ ഒരു ലിസ്റ്റ് അങ്ങോട്ട് പറയുന്നു. അവൻ ധൈര്യപൂർവ്വം ഈശോയുടെ മുമ്പിൽ വന്ന് പറയുകയാണ്, ഈ കൽപ്പനകളെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട്. സത്യം പറഞ്ഞതായിരിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം പറയുന്നത് ഈശോയോടാണ്. ഈശോയോട് അവൻ പറയുകയാണ് ധൈര്യപൂർവ്വം, ഞാൻ കൽപ്പനകൾ പാലിക്കുന്നുണ്ട്. ഞാൻ ഓർക്കും, നമുക്ക് എത്ര പേർക്ക് അത് പറയാനായിട്ട് സാധിക്കും കർത്താവിനോട്? എന്നാൽ ഈ ചെറുപ്പക്കാരൻ, വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ഈ വ്യക്തി കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ഇത് പറയുമ്പോൾ ഈശോ അവൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, നിനക്കൊരു കുറവുണ്ട്. നീ കൽപ്പനകളൊക്കെ പാലിക്കുന്നുണ്ടെങ്കിലും നീ ഒത്തിരി സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്. ആകയാൽ നിന്റെ സമ്പത്തൊക്കെ വിറ്റ് നീ ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. സമ്പത്തിന് എന്താ ഇപ്പോൾ കുഴപ്പം? നമ്മൾ ചിന്തിക്കും, സമ്പത്ത് അധികാരം നൽകും. അധികാരം നമ്മളെ ചിലപ്പോൾ ദുഷിപ്പിക്കുന്നവരാക്കി മാറ്റും. അങ്ങനെ അധികാരം സുഖങ്ങളും സമ്പത്തുമൊക്കെ വീണ്ടും വീണ്ടും നൽകും. അങ്ങനെ സുഖങ്ങളുടെ, പാപങ്ങളുടെ ലോകത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്നതാണ് സമ്പത്ത്. അതുകൊണ്ടാണ് സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് പറയുന്നത്. സുവിശേഷത്തിൽ പറയുന്ന സമ്പത്ത് യഥാർത്ഥത്തിൽ നമ്മൾ പണം ഉണ്ടാക്കുന്നതിനെ, അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല, മറിച്ച് പങ്കുവയ്ക്കാൻ മനസ്സില്ലാത്തവനെല്ലാം സുവിശേഷത്തിലെ സമ്പന്നനാണ്. ഈ യുവാവ് കൽപ്പനകളൊക്കെ പാലിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ സമ്പത്ത് പങ്കുവയ്ക്കുന്നില്ലായിരുന്നു. അതാണ് വലിയ കുറവായിട്ട് ഈശോ കാണുന്നത്. നീ പങ്കുവയ്ക്കുക. പങ്കുവയ്ക്കാത്തവനാണ് ബൈബിളിൽ കർത്താവ് പലപ്പോഴും വളരെ സങ്കടത്തോടു കൂടി ഓർക്കുന്ന ധനവാന്മാരെല്ലാം പങ്കുവയ്ക്കാത്തവരാണ്. പങ്കുവയ്ക്കുന്നവൻ, അവൻ എത്രമാത്രം സമ്പത്തുണ്ടെങ്കിലും അവൻ ദൈവരാജ്യത്തിന് അവകാശി തന്നെയാണ്. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൽപ്പനകളൊക്കെ പാലിക്കുന്നത്? ചിലപ്പോൾ നമുക്ക് സുവിശേഷം ജീവിക്കാൻ ആഗ്രഹമുള്ള വ്യക്തികൾ, നമുക്ക് ഒരു വലിയ തടസ്സമായിട്ട് വരാവുന്ന ഒരു കാര്യം ഈ കൽപ്പനകളാണ്. എന്തിനാണ് ഞങ്ങൾ ഈ കൽപ്പനകളൊക്കെ പാലിക്കുക? കൽപ്പനകൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യം എടുത്ത് കളയുന്നില്ലേ ഞങ്ങളിൽ നിന്ന്?
ഒരു ചോദ്യമാണത്. ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചുകൂടെ? എന്തിനാണ് കൽപ്പനകൾ? നമ്മൾ പലപ്പോഴും സ്വാതന്ത്ര്യത്തെ ദുസ്വാതന്ത്ര്യമായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുക. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക. കൽപ്പനകൾ പാലിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൽ ഞാൻ അകന്നു പോവുകയാണ്. കാരണം എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യത്തെ അടിയറ വയ്ക്കാൻ പറ്റില്ല. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയുണ്ടായി, യുവജനങ്ങളോട് പറയുകയുണ്ടായി, നിങ്ങൾ ഈശോയിലേക്ക് വരുന്നതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ഭയപ്പെടേണ്ട. ഈശോയെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടുകയേ വേണ്ട. സഭയെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം ഇത് കൽപ്പനകളുടെ മാത്രം ഒരു ജീവിതമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് പറയുന്നത് മാത്രമല്ല സഭ. സഭയെന്ന് പറയുന്നത് വലിയ സ്നേഹത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ വിഹായസാണ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വയ്ക്കുക. ആ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് കൽപ്പനകളെ കാണാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ നമുക്ക് കൽപ്പനകളുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. Many a time our youngsters are finding difficulty to understand the real meaning of commandments. Why should I observe the commandments? Commandments are always seen as something that takes away our freedom. But actually, they are the symbols of a greater freedom that you are enjoying. നമ്മൾ കൽപ്പനകൾ പാലിക്കുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊരു വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ്. ഞാൻ ഈശോയെ കണ്ടെത്തിയവനാണ്, ഈശോയെ അനുഭവിക്കുന്നവനാണ്, എനിക്കെല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. വ്യത്യസ്തതകളുള്ള ഒരു ജീവിതമാണ് എൻ്റേത്. അതുകൊണ്ട് തന്നെ ഞാൻ ചില കൽപ്പനകൾ പാലിക്കുന്നു. അതൊരിക്കലും എൻ്റെ സ്വാതന്ത്ര്യത്തെ എടുത്തു മാറ്റുകയല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളങ്ങൾ മാത്രമാണ് ഈ കൽപ്പനകൾ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കമാൻഡ്മെന്റ്സ് ആർ ദ സിംബൽസ് ഓഫ് ദ ഗ്രേറ്റർ ഇന്റീരിയർ ഫ്രീഡം ദാറ്റ് വി എക്സ്പീരിയൻസ് ഇൻസൈഡ്. ദാറ്റ് ഈസ് നെവർ സംതിങ് ദാറ്റ് ടേക്സ് അവേ യുവർ ഫ്രീഡം ബട്ട് ഷോസ് ദാറ്റ് യു ഹാവ് എ ബെറ്റർ ഇന്റീരിയർ ഫ്രീഡം. യഥാർത്ഥത്തിൽ ഇഷ്ടമുള്ളത് ചെയ്ത് നടക്കുന്നവരെ കുറിച്ച് നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. നമ്മുടെയൊക്കെ ചെറുപ്പക്കാർ പലപ്പോഴും ഈ സുഖത്തിൻ്റെ പിന്നാലെ പോയി ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവസാനം കുറ്റബോധമല്ലേ? എത്രയോ പേര് കുടുംബജീവിതത്തിൽ തകർന്നു പോകുന്നതിൻ്റെ ഒരു കാരണം അവരൊക്കെ യൗവനത്തിൽ അവർ നടത്തിയ വഴിവിട്ട ജീവിതം, അവിശ്വസ്തമായ ജീവിതം. അതിലൂടെ അവർക്ക് കുറച്ച് സുഖങ്ങൾ അന്നേരം ഒക്കെ കിട്ടിയായിരുന്നു. അവിശ്വസ്തമായ ബന്ധങ്ങളുടെയൊക്കെ പിന്നാലെ പോയി കുറേ സുഖങ്ങളൊക്കെ കിട്ടി. പക്ഷേ നഷ്ടപ്പെട്ടു പോയത് എന്താണ്? സ്വാതന്ത്ര്യം. When we are going after worldly pleasures, actually what we are losing the real freedom. So we have to understand it in that perspective. If you are aiming at the real happiness, you will be compelled to say no to certain immediate pleasures. Otherwise, you cannot aim at a long-time satisfaction and long-time happiness. You know, many a time we have to renounce certain short-term pleasures in order to attain a long-term happiness. Short-term pleasures are renounced for long-term happiness. നമ്മളെപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മൾ നിലനിൽക്കുന്ന സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ നൈമിഷികമായ ചില സുഖങ്ങൾ വേണ്ടെന്ന് വയ്ക്കുകയാണ്. ഒരു വിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ അവനൊരു യാത്രയ്ക്ക് പോകുന്നു. അവിടെ വെച്ച് അവനൊരു സ്ത്രീയെ കണ്ടുമുട്ടുന്നു. വളരെയേറെ ആകൃഷ്ടരാകുന്നു അവർ രണ്ടുപേരും. അവൻ്റെ വീട്ടിൽ അവൻ്റെ ഭാര്യ, സ്നേഹമുള്ള ഭാര്യയും 2 കുഞ്ഞുങ്ങളും അവനെ കാത്തിരിപ്പുണ്ട്. പക്ഷേ ഇവൻ അതെല്ലാം മറന്നിട്ട് ഈ കണ്ടുമുട്ടിയ പുതിയ സ്ത്രീയുടെ കൂടെ ജീവിതം തുടങ്ങുകയാണെങ്കിൽ അവൻ നഷ്ടപ്പെടുത്തുന്നത് ആന്തരികമായ സ്വാതന്ത്ര്യമാണ്. അവന് നൈമിഷികമായ കുറച്ച് സുഖങ്ങൾ കിട്ടും കുറച്ച് നാളത്തേക്ക്. അതിൻ്റെ അപ്പുറത്ത് അവൻ നഷ്ടപ്പെടുത്തിയത് കുടുംബത്തിൻ്റെ മനോഹരമായ സ്നേഹവും സന്തോഷവും എല്ലാമാണ്. ഇതാണ് എപ്പോഴൊക്കെ നമ്മൾ ഈ സുഖങ്ങളുടെ പിന്നാലെ പോകുന്നോ അപ്പോഴൊക്കെ നമ്മൾ യഥാർത്ഥ സന്തോഷത്തെ ഉപേക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കൽപ്പനകൾ പാലിക്കണം.
These commandments are just like boundaries of our life. We all need boundaries. Many a time we say that take away all the boundaries and you will be leading a life of happiness, freedom. But it is not like that. You can live a proper life only with correct boundaries. Limits are very important in our lives. എവിടം വരെ എനിക്ക് പോകാം എന്ന് കണ്ടിട്ട് വേണം ഞാനൊരു യാത്രയ്ക്ക് പോകാൻ. ഞാനൊരു വ്യക്തിയുമായിട്ട് അടുക്കുമ്പോൾ എവിടം വരെ അടുക്കാം എന്നുള്ള ഒരു ചിന്ത നമുക്ക് കൃത്യമായിട്ട് വേണം. അങ്ങനെ ഉള്ള ഒരു കാഴ്ചപ്പാട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു വെച്ചത്, in order to attain long-term happiness, we need to renounce certain pleasures, and for that our commandments, the divine commandments help us to put proper limits and boundaries for our lives. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൽപ്പനകൾ പാലിക്കുന്നതിന്, ക്രൈസ്തവർ കൽപ്പനകൾ പാലിക്കേണ്ടതിന് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടിയുണ്ട്. ബിക്കോസ് വി ആർ ചോസൺ പീപ്പിൾ ഓഫ് ഗാഡ്. നമ്മൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. നമ്മൾ ശരിയായ രീതിയിൽ ഇതുവരെയും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണിത്. ബൈബിള് മുഴുവൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത്തെ പുറകെ നടന്ന് സ്നേഹിക്കുന്ന, പുറകെ നടന്ന് പരിശീലനം കൊടുക്കുന്ന ദൈവത്തിൻ്റെ കഥയാണ്. ദൈവപുത്രൻ എന്നെയും നിങ്ങളെയും രക്ഷിക്കാനായി സ്വന്തം ജീവൻ ബലി കഴിച്ച് കുരിശിൽ മരിച്ചെന്നൊക്കെ പറയുമ്പോൾ, ഹൗ ക്യാൻ വി റിയലി അണ്ടർസ്റ്റാൻഡ് ദ ഡെപ്ത് ഓഫ് ദാറ്റ് ലവ്? Why should Jesus Christ do that for me? Because I am part of the chosen people of God, and God does not want me to be lost forever. That's why Jesus is coming after me to redeem me. എന്നെ രക്ഷിക്കുവാനായി എൻ്റെ കർത്താവ് മനുഷ്യനായി അവതരിച്ച് എൻ്റെ പാപങ്ങൾ കൂടി ഏറ്റെടുത്ത് കാൽവരിയിൽ യാഗമായി മരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ അത്രമേൽ എൻ്റെ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ. ഐ എം പാർട്ട് ഓഫ് ദ ചോസൺ പീപ്പിൾ ഓഫ് ഗാഡ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരെ. നീ ജീവിക്കുന്ന പോലെ ജീവിക്കാം. നിനക്ക് പരീക്ഷയിൽ കോപ്പി അടിക്കാമായിരിക്കും, നിനക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം പോകാമായിരിക്കും, നിനക്ക് എങ്ങനെയെങ്കിലും പണം ചെലവഴിക്കാമായിരിക്കും, നിനക്ക് സുഖങ്ങളുടെ എല്ലാം പിന്നാലെ പോകാമായിരിക്കും, നിനക്ക് ആരെയും ചൂഷണം ചെയ്താലും നിനക്ക് ഒരു കുഴപ്പമില്ലായിരിക്കും. പക്ഷേ എനിക്കത് സാധിക്കുകയില്ല സുഹൃത്തെ. കാരണം I have found the real happiness. I have found the real interior freedom, and I am enjoying that freedom. I don't want to lose this freedom just for the sake of certain momentary pleasures. അതുകൊണ്ടാണ് കൽപ്പനകൾ പാലിക്കണമെങ്കിൽ I am chosen people of God എന്നുള്ള അവബോധത്തിലേക്ക് നമ്മൾ കടന്നു വരണം. And why am I chosen? In order to be the light of the world. ലോകത്തിൻ്റെ പ്രകാശമായി മാറുവാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു അവബോധം, അതാണ് ഏറ്റവും പ്രധാനം. കൽപ്പനകൾ പാലിക്കുന്നതിന് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഈ ഒരു അവബോധമാണ്. അടിസ്ഥാനം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ദൈവം എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട്. എവറി ക്രിസ്ത്യൻ ഈസ് ചോസൺ ബൈ ഗാഡ്. അതുകൊണ്ടാണ് ബാപ്റ്റിസം എന്നൊക്കെ പറയുന്നത് നമ്മളൊരിക്കലും അതിനെ ഒരു ക്ലബിൽ അംഗമാകുന്നത് പോലെയോ ഒരു ഓർഗനൈസേഷനിൽ അംഗമാകുന്നത് പോലെയോ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. മറിച്ച് it is being part of the body of Jesus Christ, the mystical body of Jesus Christ. Thereby you are becoming the chosen people of God. അത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക ജനമാകുമ്പോൾ ഏതെങ്കിലും വഴി എനിക്ക് നടന്നാൽ പോരാ. എനിക്ക് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നുള്ള നിലയിൽ അവിടുന്ന് കാട്ടിത്തരുന്ന വഴികളിലൂടെ നടക്കണം. പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാർ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ കൽപ്പനകൾ പാലിക്കാനായിട്ട് മടി കാട്ടുക. പക്ഷേ യഥാർത്ഥ സ്വാതന്ത്ര്യം കണ്ടെത്തിയവനാണ് കൽപ്പനകൾ സന്തോഷത്തോടെ പാലിക്കുക. ഈ കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാനപരമായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ നീ ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇത്രയേ ഉള്ളൂ. ഈ സ്നേഹത്തിൽ നമ്മൾ കൊടുക്കുന്ന വിലയാണ് കൽപ്പനകളിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്ന നൈമിഷികമായ സുഖവും നേട്ടങ്ങളും. ഞാൻ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ഞാൻ കുറേ നഷ്ടപ്പെടുത്തുകയാണ്.
വിവാഹ ജീവിതത്തിലൂടെ ഞാനൊരു സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ ജീവിത പങ്കാളിയായിട്ട് സ്വീകരിക്കുമ്പോൾ, മക്കളെ ജനിപ്പിക്കുമ്പോൾ, അവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഞാൻ ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ. ആ നഷ്ടപ്പെടുത്തലാണ് കൽപ്പനകൾ പാലിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന നൈമിഷിക സുഖം. കാരണം പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വെച്ചു, വി ആർ ദ ചോസൺ പീപ്പിൾ ഓഫ് ഗാഡ്. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനം ദൈവവുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ട ജനമാണ്. നിങ്ങൾക്കറിയാം 10 കൽപ്പനകൾ സീനായ് മരുഭൂമിയിൽ, സീനായ് മലയിൽ 10 കൽപ്പനകൾ നൽകപ്പെടുന്ന ആ സമയം ദൈവം മനുഷ്യനുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെടും. ഉടമ്പടി പലകകളാണ്, ഉടമ്പടിയുടെ അടയാളങ്ങളാണ് ഈ കൽപ്പനകൾ. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ്. മരുഭൂമിയിലൂടെ 40 വർഷം ആ ജനത്തെ നടത്തി എന്നൊക്കെ പറയുമ്പോൾ, അവരെ അങ്ങനെ നടത്തിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, അവര് തങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്, തങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളല്ല, മറിച്ച് ദൈവത്തിൻ്റെ ജനമാണ് എന്ന അവബോധത്തിലേക്ക് അവരെ ഒന്ന് കൊണ്ടുവരികയായിരുന്നു. വെൻ യു ബിലീവ് ദാറ്റ് യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്, you will be happy inside, you will be proud of yourself, you will be proud of obeying the commandments of God. നമ്മൾ അഭിമാനപൂർവ്വമാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. അഭിമാനപൂർവ്വം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എനിക്ക് വേണമെങ്കിൽ കോപ്പിയടിച്ച് പരീക്ഷയ്ക്ക് ജയിക്കാം, പക്ഷേ അഭിമാനപൂർവ്വം ഞാൻ തീരുമാനിക്കുകയാണ് ഞാനത് ചെയ്യില്ല. കാരണം സത്യസന്ധത എനിക്ക് പ്രധാനപ്പെട്ടതാണ്. കള്ളസാക്ഷി പറയാൻ എനിക്കാവില്ല, കള്ളത്തരം കാണിക്കാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. എൻ്റെ വ്യക്തിത്വത്തിൻ്റെ മുദ്രയാണ്. അത് കാണുന്നവൻ എന്നെ ആദരിക്കുക മാത്രമേ ഉള്ളൂ. എനിക്ക് വേണേൽ വഴിവിട്ട ബന്ധങ്ങൾക്ക് പോകാം, എനിക്ക് ലൈംഗിക ജീവിതത്തിൽ അപജയങ്ങളുടെ പിന്നാലെ എനിക്ക് പോകാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആൻഡ് നോ വൺ ഈസ് സീയിങ് മീ, ആരും എന്നെ കാണുന്നില്ല, ആരും എന്നെ നിയന്ത്രിക്കാനായിട്ടില്ല. ബട്ട് സ്റ്റിൽ ഐ എം നോട്ട് ഡൂയിങ് ദാറ്റ് ബിക്കോസ് ഐ എം പ്രൗഡ് ഓഫ് being a child of God. ദൈവത്തിൻ്റെ മകനായിരിക്കുന്നതിൽ അഭിമാനബോധമുള്ളത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് നമ്മൾ എന്ന അഭിമാന ബോധത്തിൽ വളർന്നാൽ നമുക്കൊരിക്കലും കൽപ്പനകൾ ഒരു ഭാരമല്ല, മറിച്ച് അതൊക്കെ ആ കൽപ്പനകൾ പാലിക്കുന്നത് എൻ്റെ ഒരു അവകാശമായിട്ട് ഞാൻ കരുതുകയാണ്. അതെൻ്റെ അവകാശമാണ്. It is my right to observe the commandments. It is not a burden for me. ആ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ജീവിതത്തെ കാണാനായിട്ട് സാധിക്കണം. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുടുംബത്തിന് ചില അലിഖിത നിയമങ്ങൾ കാണും. രാത്രി പാതിരാ വരെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നടന്നിട്ട് വരാൻ പറ്റുകയില്ല. കുടുംബ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇവിടെ വൃത്തിയായിട്ട് വസ്ത്രമൊക്കെ ധരിക്കണം. പിന്നെ വീട്ടിൽ ചില ചിട്ടകളൊക്കെ കാണും, അതൊക്കെ പാലിക്കണം. ഇതെല്ലാം അൺറിട്ടൺ റൂൾസ് ഓഫ് എ ഫാമിലിയാണ്. വൈ ഡു യു ഒബ്സർവ് ദാറ്റ്? ബിക്കോസ് യു ഫീൽ ദാറ്റ് യു ആർ എ ചൈൽഡ്, യു ആർ എ സൺ ഓർ എ ഡോട്ടർ ഓഫ് ദിസ് ഫാമിലി, ആൻഡ് യു ആർ പ്രൗഡ് ഓഫ് ദിസ് ഫാമിലി, ആൻഡ് യു ആർ പ്രൗഡ് ഓഫ് ദ ട്രഡീഷൻസ് ഓഫ് ദിസ് ഫാമിലി. When your mother asks you to make the evening prayer, you are happy to do that because it has been the tradition of my family. It's a positive attitude to rules and commandments that we need. നമുക്ക് ആ ഒരു കാഴ്ചപ്പാടിൽ നിയമങ്ങളെ കാണാനായിട്ട് സാധിക്കുമ്പോഴാണ്, പ്രിയപ്പെട്ടവരെ, കൽപ്പനകളെ കാണാൻ സാധിക്കുമ്പോഴാണ് കൽപ്പനകൾ പാലിക്കാനായിട്ട് സാധിക്കുക. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉടമ്പടിയുടെ മക്കളാണെന്ന് പറയും. വി ആർ ചിൽഡ്രൻ ഓഫ് ദ കവനന്റ്. ഉടമ്പടിയുടെ മക്കളാകുമ്പോൾ ഈ ഉടമ്പടിയുടെ അടയാളങ്ങളായ കൽപ്പനകൾ നമ്മൾ പാലിക്കുകയാണ്. അവിടെയാണ് 10 കൽപ്പനകൾ കടന്നു വരിക, സ്നേഹത്തിൻ്റെ കൽപ്പനകൾ കടന്നു വരിക. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബന്ധങ്ങളിലെ വിശ്വസ്തത നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു കൽപ്പനയാണ്. ക്രൈസ്തവന് നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവണം. അവിശ്വസ്തമായ ബന്ധങ്ങളല്ല, നല്ല കുടുംബ ബന്ധങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത്, കൂദാശകളൊക്കെ സ്വീകരിച്ച് കുർബാനയിലൊക്കെ പങ്കെടുത്ത് കുമ്പസാരമൊക്കെ നടത്തി 2 ആഴ്ച കൂടിയിരിക്കുമ്പോഴോ മാസത്തിലൊരിക്കലോ കുമ്പസാരമൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന വ്യക്തികൾ ഒത്തിരി വഴിതെറ്റി പോകത്തില്ല. അവർ ഇങ്ങനെ തിരിച്ചു പോരും. നമ്മൾ മാസങ്ങളോളം കൂദാശ ജീവിതമൊക്കെ വേണ്ടെന്ന് വെച്ച് തോന്നിയ പോലെ ജീവിക്കുമ്പോഴാണ് നമ്മൾ പിടിവിട്ടു പോവുക.
പിന്നീട് നമ്മൾ ചെയ്യുന്നതിനെല്ലാം നമ്മൾ നീതീകരിക്കാനായിട്ട് ശ്രമിക്കും. വി ഗോ ഓൺ ജസ്റ്റിഫൈങ് ഓൾ വാട്ട് വി ഹാവ് ബീൻ ഡൂയിങ്. വി നെവർ ചാലഞ്ച് ourselves. We never question ourselves. And that becomes the end of a proper moral life. And it will give you a kind of license to do what you have, to do what you want. But beware, that is not the real freedom. അതൊരിക്കലും യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല. ആദ്യമായിട്ട് നമുക്ക് ബോധ്യം ഉണ്ടാവേണ്ടത് കുടുംബ മൂല്യങ്ങളെക്കുറിച്ചാണ്. ഒരു കുടുംബം രൂപീകരിക്കണമെങ്കിൽ യു ഷുഡ് ബി ഒബ്സർവിങ് സർട്ടൻ കമാൻഡ്മെന്റ്സ്. യു ഷുഡ് ബി ഹാവിങ് സർട്ടൻ ലിമിറ്റ്സ്, സർട്ടൻ ബൗണ്ടറീസ്. അതിരുകളില്ലാതെ തോന്നിയ പോലെ ജീവിച്ച് നമുക്കൊരിക്കലും ഒരു കുടുംബം കൊണ്ടുപോകാൻ സാധിക്കും. ഒരു കുടുംബത്തെ കുടുംബമാക്കുന്നത് എന്താണ്? ചില ചിട്ടകളാണ്. പ്രാർത്ഥനയുടേതാവാം, ചില നിയമങ്ങളാവാം, ചില മൂല്യങ്ങളാവാം. അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിശ്വസ്തതയാണ്. മക്കളും മാതാപിതാക്കൾ പരസ്പരവും ദമ്പതികൾ പരസ്പരവും ഒക്കെയുള്ള ഒരു വിശ്വസ്തത, കുടുംബത്തിൻ്റെ മൂല്യങ്ങളോടുള്ള ഒരു വിശ്വസ്തത, അതുപോലെ ദാമ്പത്യ വിശ്വസ്തത. നമ്മൾ ഓർക്കണം, നമ്മൾ ഒരു കാലത്ത് ഒരു പ്രായത്തിൽ നമ്മൾ പറന്ന് നടക്കാനായിട്ട് ആഗ്രഹിക്കും, വളരെ നല്ലത്. പക്ഷേ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം കുടുംബത്തിലേക്ക് നമ്മൾ സ്വയം ഒതുങ്ങുകയും വേണം. ഭാര്യ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഒതുങ്ങുന്നു, ഭർത്താവ് ഭാര്യയുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് ഒതുങ്ങുകയാണ്. അവിടെ ലൈംഗിക ബന്ധം അവർ തമ്മിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നലെ പരിചയപ്പെട്ടയാളോ നാളെ പരിചയപ്പെടാൻ പോകുന്നയാളുമായിട്ടോ ഒന്നും ലൈംഗികമായ ഒരു ബന്ധം എനിക്കില്ല. അവിടെ സൗഹൃദം കാണും, സ്നേഹം കാണും. ചില കാര്യങ്ങൾ കുടുംബ ജീവിതത്തിൻ്റെ വിശ്വസ്തതയുമായി ബന്ധപ്പെട്ട് ഞാൻ കാണുകയാണ്. അതാണ് കുടുംബത്തെ കുടുംബമാക്കുക. നമ്മൾ എപ്പോഴൊക്കെ ഈ അതിരുകൾ വിട്ടുപോകുന്നോ അവിടെയൊക്കെ ജീവിതം നശിക്കുകയാണ്. ഒരു സ്ത്രീ കുറേ നാളുകൾക്ക് മുമ്പ് പറഞ്ഞത് ഓർക്കുന്നു, സ്വാതന്ത്ര്യമാണെന്നോർത്ത് ഞാൻ പോയതാണ്, പക്ഷേ തകർന്നു പോയത് 3 കുടുംബങ്ങളാണ്. എൻ്റെ കുടുംബം, ഭർത്താവിൻ്റെ കുടുംബം, പിന്നെ വഴിയിൽ വെച്ച് കണ്ടെത്തിയ വ്യക്തിയുടെ കുടുംബം. 3 കുടുംബങ്ങൾ തകർന്നുപോയി. സ്വാതന്ത്ര്യമാണെന്നോർത്ത് പോയതാണ്. സ്വാതന്ത്ര്യമാണെന്നോർത്ത് അവിശ്വസ്തമായ ബന്ധത്തിന് പോയപ്പം തകർന്നു വീണത് 1 അല്ല 3 കുടുംബങ്ങൾ. ഇതൊക്കെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടെത്താനായിട്ട് സാധിക്കുക. അവിടെയാണ് ചില കൽപ്പനകൾ നമ്മൾ പാലിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം. അതുപോലെ തന്നെ ലൈംഗികമായ ജീവിതത്തിലെ ചില ഡീവിയേഷൻസ്, സഡൻ സെക്ഷൽ ഡീവിയേഷൻസ്. നമ്മളിപ്പോൾ LGBT, ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ ഇഷ്യൂസൊക്കെ ചെറുപ്പക്കാർ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അവരോടുള്ള മനോഭാവം എന്താണ്? ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നേ പിന്നെ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അവരോടുള്ള മനോഭാവം എല്ലാം വളരെ പോസിറ്റീവായോ? നിങ്ങൾക്കറിയാം, ഫ്രാൻസിസ് പാപ്പ വരുന്നതിന് മുമ്പ് തന്നെ സഭ എന്നൊക്കെയുണ്ടോ അന്നൊക്കെ സഭയ്ക്ക് ഇത്തരത്തിലുള്ള എല്ലാ വ്യക്തികളോടും അഗാധമായ കരുണയാണ്. അവർക്കുള്ള പാസ്റ്ററൽ കെയർ, അജപാലന ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് മാർപ്പാപ്പമാരെല്ലാം ലോകമെമ്പാടുമുള്ള മെത്രാന്മാർക്കും വൈദികർക്കും കത്തുകളൊക്കെ എഴുതിയിട്ടുണ്ട് നേരത്തെ തന്നെ. പക്ഷേ നമ്മൾ ഒരിക്കലും അതിനെ ഒരു സാധാരണ ജീവിതാവസ്ഥയായിട്ട് കരുതുകയോ അവർക്കൊക്കെ കുടുംബം രൂപീകരിക്കാനായിട്ട് അവകാശമുണ്ടെന്ന് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? 2 പുരുഷന്മാർ കൂടി ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് കുടുംബം രൂപീകരിച്ചാൽ പിന്നെ ഉടനെ അടുത്തത് അവർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടി അവർ വാദിക്കും. അവർക്ക് പിള്ളേരുണ്ടാകത്തില്ലല്ലോ. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും? അവർ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പോകും, കുട്ടികളെ ദത്തെടുക്കാനായിട്ട് പോകും. ഒരു സ്ത്രീയിൽ നിന്ന്, ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ബന്ധത്തിൽ നിന്ന് പിറന്ന ഒരു കുട്ടി 2 പുരുഷന്മാർ മാത്രമുള്ള കുടുംബത്തിൽ, അവരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന കുടുംബത്തിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ വളർച്ച കൂടി വൈകൃതത്തിൻ്റെതായ ഒരു വളർച്ചയായിട്ട് മാറുകയാണ്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്, ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ ഒരിക്കലും നമുക്ക് ആരോഗ്യകരമായിട്ടോ അല്ലെങ്കിൽ സാധാരണമായിട്ടോ കാണാനായിട്ട് സാധിക്കില്ല. അതൊരിക്കലും കൽപ്പനയുടെ ഒരു കാർക്കശ്യമല്ല, മറിച്ച് മാനുഷിക ബന്ധങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ്. Catholic Church is never against the normal life of a human being. It always protects the normal family life. It always stands for a healthy individual life. It is not simply taking away all the pleasures out of your life. No.
It is actually protecting a normal, healthy family life. ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഇതിനെയൊക്കെ നോക്കിക്കാണണം. അല്ലാതെ ഇതൊന്നും വലിയ തർക്കങ്ങളുടെ വിഷയം എന്നുള്ളതിനേക്കാളും നമ്മളതിനെ കാണേണ്ടത് അത് ദൈവിക പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നിലപാടായിട്ട് മാത്രമാണ്. ദൈവത്തിൻ്റെ പദ്ധതി, ദൈവം കുടുംബം എന്ന് പറയുന്നത് എങ്ങനെയാണ് ദൈവം ചിട്ടപ്പെടുത്തിയത്? അതൊരിക്കലും അടഞ്ഞിരിക്കുന്ന ഒന്നല്ല, അത് തുറവിയിലേക്കുള്ളതാണ്. മനുഷ്യ ജീവനോട് തുറവിയുള്ള കാര്യങ്ങൾ മാത്രമാണ് ദൈവിക പദ്ധതിയിലുള്ളത്. അപ്പോൾ നമുക്കത് തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജതിമാരെ, ഈ കൊറോണ കാലം, കോവിഡ് കാലം നമുക്കെല്ലാം വലിയ ഒറ്റപ്പെടലിൻ്റെ കാലഘട്ടമായിരുന്നു. അവിടെയൊക്കെ നമ്മൾ കണ്ട ഒരു കാര്യം, നമുക്ക് പലപ്പോഴും വളരെയേറെ സമയം കിട്ടി. നമ്മളിങ്ങനെ ഈ മൊബൈൽ ഫോണും അതുപോലെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുമായിട്ട് ജീവിക്കാനുണ്ട്. We were compelled to live with all these gadgets. And what happened? Many people, many youngsters became addicted to a cyber world. Cyber addiction has been very much rampant these days. നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്വാതന്ത്ര്യം എടുത്തു കളയുകയാണ്. ഒരു കുഞ്ഞ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു മൊബൈൽ ഫോൺ നമ്മുടെ സ്വാതന്ത്ര്യം എടുത്തു കളയുകയാണ്. I cannot but എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. യഥാർത്ഥത്തിൽ അത് അഡിക്ഷനാണ്, ആസക്തി രോഗമാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് പതുക്കെ അതിൽ നിന്നൊക്കെ ഒന്ന് ശ്രദ്ധ വിടുവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതല്ലെങ്കിൽ നമ്മൾ അതിനെല്ലാം അടിപ്പെട്ടു പോവുകയാണ്. നമ്മൾ നഷ്ടപ്പെടുത്തുകയല്ലേ നമ്മുടെ സ്വാതന്ത്ര്യം. We are the chosen people of God. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ജനമായിരിക്കുന്നത്? ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എൻ്റെ ജനമായിട്ട് ജീവിക്കുന്നത്. ആ ജനം, തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ആസക്തി രോഗങ്ങളിൽപ്പെട്ട് ജീവനില്ലാതെ കഴിയുന്ന അവസ്ഥ. അടുത്ത നാളിൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, പിതാവേ, ആ ടിക്ടോക്ക് ഒക്കെ നിരോധിച്ചല്ലോ ഗവൺമെൻറ്, ഈ വാട്സപ്പും കൂടെ ഒന്ന് നിരോധിക്കാൻ പറയാവോ? അതിനാ പറ്റുന്നില്ല, ഇതിനകത്തുനിന്നൊന്ന് തല ഉയർത്താനായിട്ട് പറ്റുന്നില്ല. അതുപോലെ അവന് പറ്റുന്നില്ല, അതുകൊണ്ട് ഈ സാധനം നിരോധിച്ചാലേ ഇനി രക്ഷയുള്ളൂ എന്നാണ് അവൻ്റെ കണ്ടുപിടുത്തം. നമ്മൾ ആ രീതിയിൽ സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിലും ഒക്കെ നമ്മൾ ചില ധാർമ്മിക നിലപാടുകൾ സ്വീകരിക്കണം. നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കുന്നതൊന്നും നമ്മൾ പ്രചരിപ്പിക്കരുത്. സത്യം അറിയാത്തതൊന്നും നമ്മൾ പ്രചരിപ്പിക്കരുത്. നമ്മുടെ ഈ സഭയെക്കുറിച്ച്, വൈദികരെക്കുറിച്ച്, സിസ്റ്റേഴ്സിനെ കുറിച്ച് ഒക്കെ വേണ്ടാത്ത ഒത്തിരി വാർത്തകൾ, തെറ്റായ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ശരിയായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്, തെറ്റായ വാർത്തകളും വരുന്നുണ്ട്. ശരിയായ വാർത്തകളാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പ്രചരിപ്പിച്ചോളൂ. പക്ഷേ സഭയെക്കുറിച്ച് അപകീർത്തിപരമായ പരാമർശങ്ങൾ വരുമ്പോൾ അതിൻ്റെ വാസ്തവം എന്താണെന്നറിയാതെ അത് പ്രചരിപ്പിക്കുമ്പോൾ നമ്മളും സത്യസന്ധതയ്ക്ക് വിരുദ്ധമായിട്ട് പെരുമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കവിടെ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, we are the chosen people of God and we cannot simply behave as we like. We need to be confined to certain commandments and the way of life, a certain way of life that is marked by the life of commandments. കൽപ്പനകളാൽ വേർതിരിക്കപ്പെട്ട ഒരു പ്രത്യേക ജീവിത രീതിയിലേക്ക് നമ്മളെ തന്നെ ഒതുക്കുകയാണ്. And inside that you find the real happiness and interior freedom. ഈ ഒരു കാഴ്ചപ്പാട് സ്വന്തമാക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞു വെച്ചല്ലോ, നമ്മൾ എങ്ങനെയെങ്കിലും ജീവിക്കേണ്ടവരല്ല. നമ്മൾ ജീവിക്കേണ്ടത് ദൈവ മക്കളെ പോലെയാണ്. അവനെ എത്ര സമയമായി? മിനിറ്റ് ആയി അല്ലേ? മതി അല്ലേ? ഓക്കെ ഫൈൻ. നമ്മൾ പ്രകാശത്തിൻ്റെ മക്കളാണ്, നമ്മൾ ഉടമ്പടിയുടെ മക്കളാണ്, ദൈവവുമായി ഉടമ്പടി ചെയ്ത ജനമാണ് നമ്മൾ എന്നുള്ള ആ ഒരു അവബോധത്തിൽ നിന്ന് നല്ല ധാർമ്മികത
ഉയരുവാനായിട്ടിടയാകണം. നമ്മളെ ഓരോരുത്തരെയും മറ്റുള്ളവർ അറിയേണ്ടത് ധാർമ്മികതയുള്ള വ്യക്തികളായിട്ടാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്ന വ്യക്തികൾ, നല്ല സ്വഭാവ ഗുണങ്ങളുള്ള വ്യക്തികൾ, അല്ലാതെ എങ്ങനെങ്കിലും ജീവിക്കുന്നവരല്ല, മൂല്യങ്ങളില്ലാത്ത വ്യക്തികളല്ല, നല്ല ബോധ്യങ്ങളുള്ള വ്യക്തികൾ. പ്രിയപ്പെട്ടവരെ, ആ രീതിയിൽ പ്രകാശമാനമായ ധാർമ്മികതയുടെ വക്താക്കളാകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി SMIM ഗ്ലോബലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷപൂർവ്വം ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. താങ്ക് യു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകുമോരു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകുമോരു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. Hi, my name is Sharon. I am currently living in New Jersey in the United States with my husband and 8-month-old daughter Isabella. So today I was asked to share with you a little bit about my encounter with Christ. And like many of you, I grew up in a Syro Malabar family. I was expected to go to Qurbana on Sundays. We had to go have family prayer every night. So there were a lot of things that were done, but it never made sense to me. It was never something that was personal to me. I just did whatever I was told. And there was around high school or middle school, I started to question, why am I doing these motions when I don't really believe myself or when I don't understand everything fully? And thankfully at this time, I was invited to attend a retreat. And I got to go with a bunch of my friends, so I was really excited, but only after I got there did I realize it was a silent retreat. If I had known that beforehand, I don't know that I would have gone, but anyway, it ended up being one of the most beautiful experiences of my life. We went there. The first day was really hard, not talking to anyone, but the second day they were sharing on God's love and God's mercy, and these are topics that I had heard so much before, whether that was in school or at home or at church. I always had heard the phrase God loves you or God is merciful, but I never internalized that. I never understood that. And this is the first time I was reflecting on these words that the preachers were sharing. And after that, they had us go into a time of examination of conscience. So I was writing down different sins that I had struggled with, and I realized, wow, I have never had a real confession before. So I wrote all my sins down and I went in, and rather than saying the usual 2 or 3 sins that I always repeat, I actually said many of the sins I had been struggling with for the last few years, I guess. And the moment after saying that and after receiving absolution from the Achin, I received so much
joy and a burden lifted from my shoulders. Actually, that it was such a freeing experience. And after that, we went into adoration, and I saw Jesus in the Eucharist, in the monstrance, and I looked at him and I realized, wow, this is really Jesus. There is truth in all this. I experienced so much joy and so much love. And that moment, that retreat, those few days really changed who I was. I had many friendships before that, and when I went back home, they were like, "You're not the same person." I was like, "Yeah, I'm not." Because once I experience the love of Christ, I couldn't be the same person anymore. So, I was filled with so much joy, and thankfully I had made so many friends who are kind of in a similar place, and we grew together. And after coming home, I realized I want to share this with my parish community as well. And around that time, a few of us were invited to attend a diocesan youth leaders gathering led by the Youth Apostolate in Chicago, and Bishop Angariat was there, and it was such a blessed experience being able to see what other leaders across the diocese were doing for their parishes. And we received a lot of formation, and it was the first time I understood, wow, we have such a beautiful tradition being Syro-Malabar Catholics. And it's not just being a Malayali Catholic, but it was something so much more than that, something that was given to us from our ancestors, and something we needed to share with others as well. And so after that experience, we went home with so much fire, wanting to share that with other people in our parish, and we started off our parish youth ministry. And we have received so much support from the diocese after that, just regional conferences and different initiatives. And then I was asked to be on the national team for DYA. And when I first was on, I was like, what am I doing here? I don't know that I have anything to give, but I actually received so much through that, walking with those who are more experienced. They really challenged me to grow in my faith through some of the relationships I built. And even today, my husband and I still receive so much love and support from these different friendships that we've made. They're really the ones who challenge us to grow deeper in holiness and strive for holiness for our family. And so that experience, and now it's been a beautiful 10 years helping in different initiatives for the diocese. I still am involved. I work with Father Paul Chalashedi. He's the current director of the DYA, and we've actually had different gatherings, and we realized that youth currently now, they desire deeper formation. And every person, whether you've had an encounter at a young age or recently, formation is what keeps that fire in us growing, personal prayer and formation. And so we're hoping to provide that for the different, youth of our diocese. And I know I desire it, and I know many of our youth desire it too. And so I encourage all of you to, learn more about the faith, read scripture, have a spiritual director, have small groups in your parish, and really grow to know the faith. And that's how we'll learn to love the faith more too. And so I just want to thank all of you for taking the time to listen to me and for being invited to share my encounter. I love thinking back on it because it reminds me of why I still serve today, why I still go to church today. Everything started from that moment of encounter. And from then, I've experienced God in different ways. In personal prayer, in scripture, I've learned to love the scripture more when I used to struggle so much with it. And even experiencing the love of the Father. I think that was, God the Father was something I never could wrap my head around. And once I encountered him as a loving Father, and to be able to go to him and ask for anything like a child, I think that really changed my encounter and my experience of faith. And so if you haven't had an encounter yet, don't worry. I'm sure if you're desiring it, the Lord will come to you in his time, and to just keep asking whatever it is that you desire, and he will give it to you. So I'm praying for all of you. I hope you have a blessed and holy Easter, and God bless, and all my prayers and love. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യേശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു.
ലോകം മുഴുവനുമുള്ള എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ഈ സമയം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. രക്ഷാകര രഹസ്യങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി നീ തിരഞ്ഞെടുത്തത് തന്നെ യുവത്വമാണല്ലോ. ഒരു യുവാവായി ഈ ലോകത്തിലൂടെ മനുഷ്യനായി നടന്ന ഈശോയെ, ഒരു യുവാവായി ഈ ലോകത്തിലൂടെ നടന്ന രോഗികളെ സുഖപ്പെടുത്തിയ കർത്താവേ, ഒരു യുവാവായി ഈ ലോകത്തിലൂടെ നടന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച കർത്താവേ, എല്ലാ യുവജനങ്ങളുടെയും ജീവിതങ്ങളെ അവിടുന്ന് ഇപ്പോൾ സന്ദർശിക്കണേ, വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവത്വം രക്ഷാകര പ്രായമായ ഈ പ്രായത്തിന് തന്നെ ഒരു അനുഗ്രഹത്തിൻ്റെ കൃപയുടെ ഒരു കാലഘട്ടമായി നമുക്ക് മനസ്സിലാക്കാം. യുവത്വം ഇടറുന്ന എല്ലാ വഴികളെയും, യുവത്വത്തിൻ്റെ എല്ലാ ചാപല്യങ്ങളെയും ഈശോ മനസ്സിലാക്കി ഹൃദയത്തിലേറ്റി യുവത്വം കടന്നു പോകാനിടയുള്ള, വീണു പോകാനിടയുള്ള വഴികളിലൂടെ അവൻ നടന്ന് അതിനെ വിശുദ്ധീകരിച്ചു വീണ്ടെടുത്തു. ലോകം മുഴുവനുമുള്ള എല്ലാ യുവജനങ്ങളെയും ഈശോ ഈ സമയം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, സ്നേഹമേ ജീവനേ അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ. സ്നേഹമേ ജീവനേ അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ. ആരാധന 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 ആരാധന. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും യാചനകളും അവസ്ഥകളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് നമുക്ക് എല്ലാവർക്കും സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. യേശു എല്ലാ യുവജനങ്ങളോടും ചേർന്ന് ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട യുവജനങ്ങളിലേക്കും അങ്ങയുടെ കൃപയും കരുണയും സ്നേഹവും ഈ സമയം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ഏറ്റ അനുതാപത്തോടെ പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയ സ്നേഹത്തെ നമ്മൾ കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കുന്ന ഈ നാളുകളിൽ, ഈ ദിവസങ്ങളിൽ അവൻ നമുക്ക് വേണ്ടി സഹിച്ചതും, അവൻ നമുക്ക് വേണ്ടി പലതും ത്യജിച്ചതും, അവൻ നമുക്ക് വേണ്ടി മുറിവേറ്റതും, അവൻ നമുക്ക് വേണ്ടി ഒറ്റപ്പെട്ടതും, അവൻ നിരുപാധികം നമ്മളോട് ക്ഷമിച്ചതും, അവൻ എല്ലാവർക്കും മാപ്പ് കൊടുത്തതും നമ്മൾ ഈ സമയം ഓർക്കണം. എൻ്റെ കൂടി പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഈശോ കുരിശിൽ പിടഞ്ഞത്. ഈശോയെ, നിന്റെ സ്നേഹത്തിലേക്ക് എന്നെ തിരികെ കൊണ്ടുപോകണേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം മാത്രം തന്നോനേ നീ, ജീവൻ പോലും തന്നോനേ നീ, ക്രൂശിൽ പോലും ക്ഷമിച്ചു നീ, അന്ത്യത്തോളം ലാളിച്ചു
യേശു നീ. തിരികെ വരുവാൻ കൊതിയായി പ്രിയനെ, പിരിയിൽ ഇനി ഞാൻ അന്ത്യം വരെയും. തിരികെ വരുവാൻ കൊതിയായി പ്രിയനെ, പിരിയിൽ ഇനി ഞാൻ അന്ത്യം വരെയും. ഈശോയോട് പറയും, ഈശോ ഞാൻ തിരികെ വരികയാണ്, നിന്റെ സ്നേഹത്തിലേക്ക് ഞാൻ വരികയാണ്, നിന്റെ അനുഗ്രഹം കൊതിച്ച് ഞാൻ വരികയാണ്. എനിക്ക് അർഹതപ്പെട്ട സ്നേഹം, എനിക്ക് അർഹതപ്പെട്ട സമാധാനം, എനിക്ക് അർഹതയില്ലാത്ത പൊട്ടക്കിണറുകളെക്കാളും എത്ര വലുതാണ്. എൻ്റെ മുൻപിലൂടെ, എൻ്റെ അരികിലൂടെ ഒഴുകുന്ന നിന്റെ കൃപയുടെ കടൽ എനിക്ക് അർഹതയില്ലാത്ത പൊട്ടക്കിണറുകളെക്കാൾ എത്ര ആഴമുള്ളതാണ്. തിരികെ വരുവാൻ കൊതിയായി പ്രിയനെ, പിരിയിൽ ഇനി ഞാൻ അന്ത്യം വരെയും. എൻ്റെ ഹൃദയം തേടുന്ന സ്നേഹം നീയാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ദാഹവും വിശപ്പും ശമിപ്പിക്കാൻ കഴിവുള്ള ഏക സ്നേഹം നിന്റേതാണെന്ന് ഈശോയെ ഞാൻ ഒരിക്കൽ കൂടി ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയവും ജീവിതവും പൂർണ്ണമായി നിന്റെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താം. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താം. പകലിൽ രാവിൽ ചിരിയിൽ നോവിൽ എൻ ശ്വാസം പോലും സ്തുതിയായി ഉയരും. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താം. മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ, മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ. വിശുദ്ധ ഫ്രാൻസിസിനോട് ബ്രദർ ലിയോ പറഞ്ഞില്ലേ, ഫ്രാൻസിസ്, സൗന്ദര്യങ്ങൾക്കെല്ലാം പ്രലോഭനങ്ങൾക്കെല്ലാം എന്തൊരു സൗന്ദര്യമാണ്. തിന്മയൊരുക്കുന്ന കെണികൾ എപ്പോഴും അങ്ങനെയാണ്. സൗന്ദര്യമുള്ള പ്രലോഭനങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ ക്ലാരയുടെ കണ്ണുകളിലേക്ക് നോക്കി അസീസിയിലെ ഫ്രാൻസിസ് പറഞ്ഞതുപോലെ നമുക്ക് പറയാനാകണം, നിന്റെ കണ്ണുകളിൽ സ്നേഹത്തിൻ്റെ ഒരു മെഴുകുതിരിവെട്ടം ഞാൻ കാണുന്നുണ്ട്. എന്നാൽ നിന്റെ കണ്ണുകളിൽ സ്നേഹത്തിൻ്റെ മെഴുകുതിരിവെട്ടം കാണുന്നതിന് മുൻപേ സ്നേഹത്തിൻ്റെ ഒരു വലിയ സൂര്യഗോളത്തെ ഞാൻ പരിചയപ്പെട്ടു പോയി. ക്രിസ്തു ഈശോ എന്ന ഈ വലിയ സൂര്യഗോളത്തെ പരിചയപ്പെട്ട് ആ ചൂടും വെയിലും പ്രകാശവും ഏൽക്കുന്ന മറ്റൊരാളും പിന്നീട് ഒരിക്കലും കെട്ടുപോയ മെഴുകുതിരികളെ കുറിച്ചോ കത്തിച്ചു വെച്ച മെഴുകുതിരികളെ കുറിച്ചോ അത്ര കാര്യമായി പറയില്ല. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവജനങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ വലിയ സ്നേഹപ്രകാശത്തിലേക്കും ചൂടിലേക്കും ആകർഷിക്കണേ. ഞാൻ ഓർക്കാം
മിണ്ടാത്തൊരു നേരം, ഞാൻ മിണ്ടാത്തൊരു നേരം, നിൻ ഹൃദയം ഏറെ തളർന്നോ? ഞാൻ നോക്കാത്തൊരു നേരം, ഞാൻ കേൾക്കാത്തൊരു നേരം, നിൻ ഹൃദയം ഏറെ മുറിഞ്ഞു. മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ, മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ, മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ, മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ, മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താം. എല്ലാ തിന്മകളിൽ നിന്നും എൻ്റെ യുവത്വത്തെ ഈശോയെ പൊതിഞ്ഞു പിടിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു തിന്മയും കാണാത്ത വിധം ഈശോയെ നിന്റെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിൽ, നിന്റെ പരിശുദ്ധ മേലങ്കിക്കുള്ളിൽ എൻ്റെ യുവത്വത്തെ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും, എൻ്റെ പഠനത്തെയും ഭാവിയെയും, എൻ്റെ എല്ലാ പ്രതീക്ഷകളെയും നീ പൊതിഞ്ഞു സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തിന്മയും കട്ടെടുക്കാത്ത വിധം, കവർന്നെടുക്കാത്ത വിധം, കൊത്തിക്കളയാത്ത വിധം എൻ്റെ ഹൃദയത്തിലെ വിശ്വാസത്തിൻ്റെ കൃപയുടെ എല്ലാ കതിരുകളെയും നീ പൊതിഞ്ഞു പിടിക്കണമേ. തിന്മ കാണാതെ കാക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് എല്ലാവരും ഈ സമയം പ്രാർത്ഥിക്കാമോ? ക്രൂശിതനേ ഉദ്ധിതനേ, മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ ഉദ്ധിതനേ, മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. ഈശോയുടെ എല്ലാ അനുഗ്രഹവും കൃപയും നമ്മൾ സ്വീകരിക്കുകയാണ്. ഈശോ നമ്മളെല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുകയാണ്. ഈശോയുടെ ഏറ്റവും വലിയ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുകയാണ്. പരിശുദ്ധാത്മാവ് ഈ സമയം മാടപ്പിറാവിനെ പോലെ ഞങ്ങളുടെ ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീശണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു അനുഗ്രഹമായ അഭിഷേകമായി പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ചിറകടിച്ച് നിങ്ങളുടെ നമ്മൾ ഓരോരുത്തരുടെ ആത്മാവിൻ ചില്ലകളിൽ ഇപ്പോൾ ചേക്കേറുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. മാടപ്പിറാവിനെ പോൽ ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീശണമേ. പാവന റൂഹായി, പാരിൻ്റെ റൂഹായി, ആത്മാവിൻ മധുരമാ വിരുന്നുകാരാ. മാടപ്പിറാവിനെ പോൽ
ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീശണമേ. നിന്റെ ചിറകടിയിൽ എന്നും വിശുദ്ധിതൻ കാറ്റ്, നിന്റെ കുറുകലിൽ എന്നും കേൾക്കും സ്നേഹത്തിൻ പാട്ട്. ചാരം മൂടിയ കനലുകൾ മീതെ ചിറകതു വീശണമേ. പാപം നീങ്ങിയ ആത്മാവിൽ തീജ്വാലകൾ ഉയരട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.